5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെ ആക്രമിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും പശ്ചിമേഷ്യൻ യുദ്ധം അയയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലോകരാജ്യങ്ങൾ. പക്ഷെ അതിനുശേഷവും കനത്ത ആക്രമണം ഇറാനുമേൽ ഇസ്രായേലും അമേരിക്കയും അഴിച്ചുവിടുകയാണ്. ഇറാനുമായുള്ള ചർച്ചയിൽ പുരോഗതിയുണ്ട് എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും ഒരു തരത്തിലുള്ള സാവകാശവും ഇറാൻ നൽകാതെയുള്ള ആക്രമണമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. തങ്ങളുടെ 2 വാതക പ്ലാന്റുകൾ കഴിഞ്ഞ ദിവസം ആക്രമിച്ചു എന്ന് ഇറാൻ പറയുന്നു. ഒരു പൈപ്പ് ലൈനും ആക്രമിച്ചു എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഖൊറം ഷഹറിലെ പവർ പ്ലാന്റും പൈപ്പ് ലൈനും ഇസ്ഫഹാനിലെ ഊർജ്ജ നിലയവുമാണ് ആക്രമിക്കപ്പെട്ടത്. വാതക വിതരണത്തിൽ തടസ്സമുണ്ടായിട്ടില്ലെന്ന് പ്രവിശ്യ ഗവർണർ പറയുന്നുണ്ട്. ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്ന് ഇറാൻ തുടർച്ചയായി പറയുന്ന പശ്ചാത്തലം പ്രധാനമാണ്. പക്ഷേ അപ്പോഴും ഈ പ്രദേശങ്ങളെ ആക്രമിക്കുന്നത് വളരെ പരമപ്രധാനമായ കാര്യമായി മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഇറാന്റെ 50-ലധികം കേന്ദ്രങ്ങൾ ഇന്നലെ ആക്രമിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിലെ ടെൽ അവീവിലേക്കും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ പശ്ചാത്തലമുണ്ടായിരുന്നു. 6 പേർക്കാണ് പരിക്കേറ്റത്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം ഭേദിച്ച് ഇറാന്റെ 100 കിലോഗ്രാം ഭാരമുള്ള പോർ മിസൈലുകൾ ഒന്ന് സെൻട്രൽ ടെൽ അവീവിൽ വീണു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പാർപ്പിട സമുച്ചയത്തിനടക്കം കേടുപറ്റി. ഒപ്പം കുവൈറ്റിലേക്കും ഇറാൻ ആക്രമണം ഉണ്ടായി. ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടെ മിസൈലിന്റെ അവശിഷ്ടം വീണ് വൈദ്യുതി ലൈൻ തകർന്ന് വൈദ്യുതി മുടങ്ങിയ പശ്ചാത്തലം കുവൈറ്റിൽ ഉണ്ടാവുകയാണ്. ഇതിനിടയിൽ സൗദിയിലേക്ക് വന്ന ഡ്രോണുകൾ തടുത്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലം ഏറെ ഗൗരവതരമായി മാറുന്ന സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ട്രംപിന്റെ നിലപാടിന് അല്ലെങ്കിൽ ഉറപ്പിന് ആയുസ്സുകൾ ഉണ്ടായിരുന്ന മണിക്കൂറുകളുടെ മാത്രം ആയുസ്സാണ്. അത് ട്രംപിനെ പോലെ ഒരു നേതാവ് ഇത്തരത്തിൽ പറയുമ്പോൾ അതൊരു ഏകോപനമില്ല. ഒപ്പം എന്താണ് ആക്രമിക്കുന്ന ഇസ്രായേലുമായി ചർച്ച ചെയ്യുന്നില്ല. ഏകപക്ഷീയമായ പ്രഖ്യാപനം വരുന്നു. പക്ഷെ അപ്പോഴും ആക്രമണം തുടരുന്നു. എന്ത് മനസ്സിലാക്കണം? സമാധാനം അകലെ എന്നല്ലേ? രഞ്ജിത്ത്, മണിക്കൂറിന് നിലപാട് മാറ്റുന്ന ട്രംപ് ഇക്കാര്യത്തിലും ആ സ്വഭാവം വിട്ടിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 5 ദിവസത്തേക്ക് താൽക്കാലിക വെടിനിർത്തൽ എന്ന ഒരു തീരുമാനത്തിലേക്കാണ് നേരത്തെ പോയത്. അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയത്. എന്നാൽ ഈ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സേനാ വിഭാഗമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാൻ തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. 5 ദിവസത്തേക്ക് പ്രത്യേകിച്ച് ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്നായിരുന്നു ട്രംപിൻ്റെ ഉറപ്പ്. എന്നാൽ എവിടെയാണോ ആക്രമിക്കില്ലെന്ന് പറഞ്ഞത് ആ കേന്ദ്രങ്ങളെ തന്നെ ആക്രമിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്. അതിൽ 2 വാതക പ്ലാന്റുകളും ഒരു പൈപ്പ് ലൈനും ആക്രമിച്ചെന്ന് ഇറാൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്നു. ഖൊറം ഷഹറിലെ പവർ പ്ലാന്റും പൈപ്പ് ലൈനും ഇസ്ഫഹാനിലെ ഊർജ്ജ നിലയവുമാണ് ആക്രമിക്കപ്പെട്ടത്. എന്നാൽ കാര്യമായ മറ്റ് കേടുപാടുകളോ ഊർജ്ജ വിതരണത്തിൽ ഇതുവരെ നടക്കുന്ന കാര്യങ്ങളിലെ വിതരണത്തിൽ തടസ്സമോ ഇല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ ടെൽ അവീവിലേക്ക് ഏതാണ്ട് 100 കിലോ ഭാരമുള്ള പോർമുന വഹിച്ച മിസൈലാണ് പതിച്ചത്. കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. ചില മരണവും ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പശ്ചിമേഷ്യൻ സംഘർഷത്തിന് യാതൊരു വിധത്തിലുള്ള അയവും ഇല്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നു. ട്രംപ് ഓരോ ദിവസവും പല നിലപാടുകൾ സ്വീകരിക്കുന്നു. അങ്ങനെ നിലപാട് മാറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ചില അനുരഞ്ജന ചർച്ചകൾ, ചില ഇടപെടലുകളെക്കുറിച്ചൊക്കെ ചർച്ചകൾ വരുന്നത്. പക്ഷേ ഇറാൻ അക്കാര്യവും സ്ഥിരീകരിക്കുന്നില്ല. അമേരിക്ക പറയുന്നത് ഇറാനിലെ ആത്മീയ നേതാവുമായി, പ്രധാനപ്പെട്ട ഒരു ആത്മീയ നേതാവുമായി ചർച്ച നടത്തിയെന്നാണ്. പക്ഷേ ആരാണ് ആ ആത്മീയ നേതാവ് എന്ന കാര്യത്തിൽ പോലും ഇതുവരെ ഒരു വ്യക്തതയില്ല, ഒരു സ്ഥിരീകരണമില്ല. തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥത വഹിച്ചുവെന്ന ചില വിവരങ്ങൾ, അത് സ്വാഭാവികമാണ്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും ഇറാനെയും അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളുണ്ട്. തുർക്കിയിലൊക്കെ ആത്മീയ നേതാക്കൾ ഉള്ളതാണ്. ആ തരത്തിലുള്ള ചർച്ചകളാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായിരുന്നാലും തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളോട് ചർച്ച നടത്തിയെന്ന കാര്യം അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. വാഷിംഗ്ടൺ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പെൻറ്റഗണുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ വരുന്നുണ്ട്. യുദ്ധത്തിലേക്ക് മാറുന്നതിനുള്ള സാഹചര്യം എന്ത് എന്നതിൽ വിശദീകരിക്കുന്നതിലാണ് ഇത്തരത്തിൽ ചില ചർച്ചകൾ നടന്നു എന്ന സൂചനകൾ നൽകുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ ഇറാൻ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ കാര്യത്തിൽ അമേരിക്ക വലിയ കുടുക്കിലാണ് വന്ന് പെട്ടിരിക്കുന്നത്. കണ്ണിന് പകരം തലയെടുക്കുന്ന നിലയിലേക്ക് ഇറാൻ മാറും എന്ന കാര്യം കൂടി അരഗാച്ചി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു. വിദേശകാര്യ വക്താവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു. അവരുടെ പ്രതിരോധ മന്ത്രി
മുഹസിൻ റൈസായി അദ്ദേഹമാണ് കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. റൈസായുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പരാമർശം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഗൾഫ് മേഖലയിലെ പൂർണ്ണമായും തകർക്കും എന്ന് തന്നെയാണ്. ഈ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ മറ്റിടങ്ങളുണ്ട്, അതായത് ഈ അറബ് രാജ്യങ്ങളിൽ അമേരിക്ക സ്ഥാപിച്ചിട്ടുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. പൂർണ്ണമായും ആ താവളങ്ങളെ മാത്രമല്ല അത്തരം രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ കൂടി ആക്രമിക്കും എന്ന നിലയിലാക്കിയാണ് ഇപ്പോൾ. തീർച്ചയായും അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് വിനോദ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.